വീറ്റ് ലഡ്ഡു ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത ഈ ഗോതമ്പ് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചെടുത്ത ഗോതമ്പിലേക്ക് പൊട്ടുകടലയും 4 ഏലക്കയും കൂടെ ചേർത്ത് വീണ്ടും നൈസായിട്ട് പൊടിച്ചെടുക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി ഒരു ഗ്ലാസ് ശർക്കര ഒന്ന് ചെറിയ വെള്ളത്തിൽ ഒന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം. ഉരുക്കിയ ശർക്കരയിൽ തേങ്ങയും കൂടെ ചേർത്ത് ഈ പൊടിച്ച് വെച്ച ഈ കൂട്ടുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ദാ ഈ പരുവാകും. ഇതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഇടയ്ക്ക് കൊണ്ട് ക്യാമറ ഓഫായിപ്പോയി, അതാണ് ഇളക്കണത് ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഇത് നമുക്ക് നെയ്യ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിന് നമുക്ക് ഒരു നാരങ്ങയുടെ വലിപ്പത്തിന് ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ള എള്ള് തൂവി വിട്ട് കൊടുത്ത ശേഷം ഈ ഉരുട്ടി വെച്ച ഓരോ ഉരുളകളും അതിലിട്ട് ഒന്ന് ഉരുട്ടി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഉരുട്ടി വെച്ച ഓരോ ലഡ്ഡുവിനെയും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞ ലഡ്ഡു ഞാൻ ചൂടാറിയ ശേഷം ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. തണുത്ത ശേഷമാണ് ഈ ലഡ്ഡു കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ഉറപ്പായി ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിൽ ഗോതമ്പ് ലഡ്ഡു റെഡി.